ഒരു യഥാർത്ഥ ഹീറോ ലൈഫിൽ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. എവിടെ ഏട്ടാ? ഇന്നലെ ആയിരുന്നു, ഇവിടെ ആയിരുന്നു, ഇതേ സ്ഥലത്ത്. അന്യായവും ദാദാപീസും കാണിച്ച് നടന്ന ഒരുത്തന്റെ കഴുത്തിന് നോക്കി കൈയൊക്കെ ഉരുക്കുപോലെ. ആ കണ്ണുകളിൽ കറണ്ട് ജ്വലിക്കുക. കൈ ചുരുട്ടി അവന്റെ തലമണ്ടയ്ക്ക് ഒരൊറ്റ അടി. എവിടുന്ന് വന്നതാണെന്നൊന്നും അറിയില്ല. നീ അതാരായിരുന്നു? വിഘ്നേശ്വര, എല്ലാവരും എന്നെ ഒരു ഹീറോ ആയിട്ടാ കാണുന്നത്. കുറച്ചുപേര് പ്രശംസിക്കുമ്പോൾ ചീത്ത പറയുന്നവരുണ്ട്. ചീത്ത പറയുന്നവരെ കൂടുതലും. എനിക്ക് എന്തിനാ ഇത്രയും കഴിവുകൾ തന്നത്? കുറച്ച് നീ എടുത്തോ. എനിക്കതിന് പകരമായിട്ടേ ഒരു 100 കോടി രൂപ തന്നാ മതി. എനിക്കൊരു TV വാങ്ങിക്കാനാ. TV എന്ന് പറഞ്ഞാൽ വെറും TV ഒന്നും അല്ല, മാ TV ചാനൽ വാങ്ങുന്ന കാര്യം. ഗുഡ് മോർണിംഗ് ബാലു. ഗുഡ് മോർണിംഗ്. ഹായ് പപ്പൻ. ഗുഡ് മോർണിംഗ്. ബാഡ് മോർണിംഗ് ആവരുത്. അകത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, സുദർശൻ സാർ. ഗുഡ് മോർണിംഗ് സർ. നല്ല കോമ്പറ്റീഷൻ ഉള്ള ഫീൽഡാണ് നമ്മുടേത്. ശരിക്കും ഡിഫറന്റ് ആയ പ്രോഗ്രാംസ് ചെയ്താലേ ചാനലിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാതെ പേഴ്സണൽ ആക്ടിവിറ്റീസുമായി നടന്നാൽ ചാനലിന്റെ പേര് സ്പോയിൽ ആവുകയുള്ളൂ. മേഡത്തിന്റെ ഫോണാണെന്ന് തോന്നുന്നല്ലോ സർ. ഹലോ സുജാത. ശരി, ഞാൻ ടൈലർ ഷോപ്പിൽ പോയി തുണി വാങ്ങിയിട്ട് വന്നോളാം. ഇല്ലെന്നേ, താഴെ മഞ്ഞ ബോർഡറും 2 പൂക്കളും അല്ലേ? ശരി ശരി. സോ ഈ മാതിരി പേഴ്സണൽ പണികളൊന്നും പാടില്ല. പാചകം ചെയ്യലും പാത്രം കഴുകലും ഒരിക്കലും ചെയ്യില്ല സർ. ചെയ്തെടുത്തിട്ട് കൊടുക്കാം സർ. കഴിയുമെങ്കിൽ തല്ലിക്കൊല്ലാം സർ. സർ, ആ ട്രാവൽ പ്രോഗ്രാം എനിക്ക് എന്നാ കുളുമണാലി പോയി ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടുവരാം സർ. നോ. ക്രൈം സൈഡിൽ നിൽക്കുന്നവർ ക്രൈം പ്രോഗ്രാം ചെയ്താൽ മതി. ഡിവോഷൻ ചെയ്യാൻ പോയി എനിക്ക് വെറുതെ ഇമോഷൻ തരണ്ട. എന്നാ വേണ്ട സർ. താഴെ യെല്ലോ ബോർഡർ, മുകളിൽ 2 പൂക്കളും ഞാൻ നോക്കിക്കോളാം. മോച്ചല്ലേ. നിന്റെ നാട് എവിടെന്നാ പറഞ്ഞേ? കണ്ണൂർ സർ. മനസ്സിലായി. ചുമ്മാതാണോടാ നീ അഭ്യാസമൊക്കെ കാണിക്കുന്നത്? എന്തിനാടാ മോൻ എന്റെ വീക്ക്നെസ് തൊട്ട് കളിക്കുന്ന? പോ ബാലു. അമ്മാവാ. ആ ചന്ദ്രമ സാർ അവിടെ ആകെ ചൂടായി നിൽക്കുക. എവിടെയായിരുന്നു നീ? അയാൾ ചൂടാവുന്ന പോലെ ഇയാളും ചൂടാതെ എങ്ങനെ? അത് ആന, ഇത് പിണ്ടം. ശമ്പളത്തിന്റെ വേരിയേഷൻ അനുസരിച്ച് വേണം ചൂടാവാൻ. ചന്ദ്രമോഹൻ സാർ. ഗുഡ് മോർണിംഗ് സാർ. സിറ്റിയിലെ ഗുണ്ടായുസത്തെ കുറിച്ചുള്ള ആ പ്രോഗ്രാം റെഡിയായോ? വൈകിട്ട് 5 മണിക്കുമ്പോ ആ പ്രോഗ്രാം ടൈപ്പ് സാറിന്റെ ടേബിളിൽ ഉണ്ടാവും. അതിന് ഇത്ര സീരിയസ് ആകുന്ന എന്തിനാ? സീരിയസ് ആയതല്ല സർ, സിൻസിയറിറ്റി ആൻഡ് ഡിസിപ്ലിൻ. വലിയൊരു ഡിസിപ്ലിൻ കാരൻ വന്നിരിക്കുന്നു. സ്വന്തം നത്തെ അച്ഛാന്ന് വിളിക്കാൻ വയ്യ. ചന്ദ്രമോഹൻ സാറേന്ന്. മുട്ട എന്നോടാ. പാല് കുടിച്ചില്ലേ? ദൈവത്തിനോട് 100 കോടി ചോദിച്ചോ? ചോദിക്കൂടാ. നീ അതല്ല, അതിനപ്പുറവും ചോദിക്കും. വീട്ടിലിരുന്ന വെർമൂടെ അണ്ടർവെയറും വരെ ലോണ്ടറിക്ക് കൊടുക്കാതെ ബാത്റൂമിൽ അടിച്ചിട്ട് പോകുന്ന നീ അല്ലേ ഇനി ചാനൽ വാങ്ങാൻ പോകും? അച്ഛൻ മകനെ ബഹുമാനിച്ചില്ലെങ്കിലും അപമാനിക്കാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിച്ചില്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഞാൻ ഇതേ നിലപാടിലായിരിക്കും മുന്നോട്ട് പോവുക. ഇത് രണ്ടിൽ ഏത് വേണമെന്ന് സാറിനെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഞാൻ പോയി പ്രോഗ്രാം കവർ ചെയ്യട്ടെ. നമ്മുടെ ആൾക്കാരെ ഒരുത്തുമ്പോൾ അടിച്ചെന്നാ.
നോക്കൂ, നീ ആരാണെന്ന് എനിക്കറിയില്ല, ഇവനാരാണെന്നും എനിക്കറിയില്ല. എന്നാൽ ആരെയായാലും കൊല്ലുന്ന തെറ്റ് തന്നെയാ. എന്നാ നീ ചാകും. ഇല്ല, ഇവിടെ ഇപ്പൊ ചാവാൻ പോകുന്ന നീയാ. വഴിയിൽ നിന്ന് മാറി നിൽക്കുന്ന നിനക്ക് നല്ലത്. വെട്ടിക്കൊല്ലടാ ഇവന്മാരെ രണ്ടിനെയും. അരിഞ്ഞു തൊടാ. എടാ, നീ അടിച്ചത് ആരെന്നറിയാമോ? തമ്പിതുരയുടെ മോനെ. തമ്പിതുര ആരെന്നറിയാമോ? പൊന്നുസ്വാമി ആരാന്ന് എനിക്കറിയാം. അവര് നിന്നെ വെറുതെ വിടുവോടാ? വെട്ടി തുണ്ടം തുണ്ടമാക്കും. ക്രൈം ന്യൂസ് കവർ ചെയ്യാൻ പോയിട്ട് നീ തന്നെ ക്രൈം ചെയ്താൽ എങ്ങനെയാ? മോനേടാ, നീ എങ്ങോട്ടെങ്കിലും പോടാ. ഇവിടെ നിന്ന് ഞാനിപ്പോ എങ്ങോട്ട് പോകാനാ? എവിടെങ്കിലും പോയി രക്ഷപ്പെടാ. ഇവിടെ നിന്ന് അപകടമാണ്. സർ, ആ ട്രാവൽ പ്രോഗ്രാം ഉണ്ടല്ലോ, അത് ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് വരട്ടെ സർ? അതിന് വേറെ യൂണിറ്റ് അല്ലേ പോകുന്നത്? ആ യൂണിറ്റിന് പകരം ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നാൽ പോരെ സർ? സർ പ്ലീസ്, സർ പ്ലീസ്. നിന്നെ നീ അങ്ങോട്ട് വിശ്വസിച്ച് വിടുന്ന എങ്ങനെയാ? പക്ഷെ നിന്റെ അച്ഛന്റെ വിഷമം കാണുമ്പോഴാ. ആ ചെല്ല് ചെല്ല്, മാറ്റിവില് ജോലി ചെയ്യുന്നവനാ. അവന്മാർ ഇങ്ങോട്ടെങ്ങനെ വരികയാണെങ്കിൽ ഇതെന്റെ അച്ഛനാണെന്ന കാര്യം നിങ്ങൾ ആരും പറഞ്ഞേക്കരുത്, ഓക്കെ? സാർ, എന്താണ് സാർ? ബാലഗോപാല് എങ്കെ? അവനെന്തോ പ്രശ്നം ഉണ്ടാക്കി സാർ. അതുവഴി തന്നെ ഓടിപ്പോയി കാണും സാർ. എങ്ങടാ ഓടിപ്പോനാ? എനിക്കൊന്നും അറിയില്ല സാർ. അന്ന ബാലഗോപാലുടെ കൈ കാല് തല എനക്ക് തേവൈ. അവൻ എപ്പോ വന്നാലും ഞാൻ പറയാം സാർ. അവനുടെ ഫാമിലി എങ്ക? അവൻ ബാച്ചിലറാ, വേറെ ആരും അവനില്ല സാർ. അതുകൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും അവന് പോകാലോ സാർ. എങ്ക പോനാലും വിടക്കൂടാ അവനെ. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, ഹോൾ സിറ്റി തേടി പിടിക്കടാ അവനെ. വിടക്കൂടാതെ. ഒന്ന് വേഗം എല്ലാവളും ഒരു ആകെ മൂടി പൊത്ത് ശവപ്പെട്ടി കിടക്കുന്ന കിടപ്പുണ്ട്. ദർശന സുഖം പോലും ഇല്ലെന്ന് പറഞ്ഞാൽ കുറെ കഷ്ടമാ. എന്റെ മാനേജർ സാറേ, ആ പെൺകുട്ടികളെ ഒന്ന് വിളിക്കേ. മക്കളെ എണ്ണിക്കടി. ഒരാളെ പുറത്ത് ഒരാൾ ഇങ്ങനെ കാലുമൊക്കെ വെച്ച് കിടക്കാതെ. അങ്ങനെയാണോ കിടക്കുന്നത്? എന്റെ അമ്മച്ചിയെ. മേക്കപ്പ് മതി, ഒന്ന് വേഗം ആവട്ടെ. ഇതാ കഴിഞ്ഞളിയാ, ഈ മണാലിയുടെ ഗ്ലാമർ ആയിട്ടൊന്ന് പിടിച്ചേക്കണ്ടേ? ബാല ബാല, അവിടെ കുറെ ആൾക്കാരുണ്ട്, നോക്കി.
സ്വീറ്റ് വോയിസ്. थैंक यू। आप कौन है बेटा? क्या चाहिए? നമസ്കാരം അമ്മേ. എന്റെ പേര് ബാലഗോപാൽ എന്നാ. ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞാൻ തിരുവനന്തപുരത്തുനിന്നാ. ആണോ? ആ അമ്മേ, അറിയാത്തോണ്ട് ചോദിക്കുക. നിങ്ങളൊക്കെ ആരാ? ഞങ്ങള് സന്യാസിനികളാ. ഇതൊക്കെ കണ്ടില്ലേ? മാതാ ശിവാനി. മാതാജി, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞങ്ങളുടെ ട്രാവൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ വന്ന. അമ്മയുടെ പേര്? എന്റെ പേര് രാമപ്രഭ. ഞാൻ മാതാ ശിവാനി ജി. ഇത് രാധാമണി തന്നെ. റാണി. വി ഓൾ ഫ്രം ഇന്ത്യ. അമ്മേ, ആ സന്യാസിനിയുടെ പേര്? വൈശാലി. നാടോ? ബംഗാളിയാ. ബംഗാളിയാ? അല്ല, മലയാളം അറിയില്ലേ? നിനക്ക് ബംഗാളി അറിയോ? എനിക്കറിയില്ല. അതുപോലെ അവൾക്ക് മലയാളവും അറിയില്ല. അപ്പൊ എന്തെങ്കിലും പറയണമെങ്കിലോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. വരട്ടെ. ബൈ. മറ്റുള്ളവരൊക്കെ ഓക്കെ, പക്ഷെ അവളെ കണ്ട സന്യാസിനിയാണെന്ന് പറയില്ല. കാര്യം സന്യാസിനി ആണെങ്കിലും കൊള്ളാം. ഹര ഹര മഹാദേവ ശംഭോ ശങ്കര. आ गया हमारा मना. ഇതെന്തോന്ന് ബാലയോ? ഇവര് രാജശില്പിയിലെ മോഹൻലാലിന്റെ ഫാനാന്ന് തോന്നുന്നു. ഇന്റർവ്യൂ ചെയ്യാം. നമസ്കാരം. अरे ओ हम माटी से आया. आप मोहनलाल जानते? ये मोहनलाल कौन है? मलयालम. I know Malayalam from Kerala. यो स्वामी जी. I know all stars, but I don't know superstar. മോഹൻലാലിന്റെ ചെറുപ്പത്തിൽ ഇയാൾ സന്യാസിയായിരിക്കും. स्वामी जी, आपका स्वामी പേരെന്താ? സ്വാമിജി, സ്വാമിജി, ഞങ്ങൾക്ക് ഇന്റർവ്യൂ വേണം. താങ്കൾ സന്യാസിയെ മാറിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. റെഡി സ്വാമി. എന്റെ ജീവിതം ഒരു മെഗാ സീരിയൽ പോലെയാണ്. രാമായണം, മഹാഭാരതം ഒന്നും അടുത്ത് നിൽക്കില്ല. ഷോക്കുകൾ, ഫൈറ്റുകൾ, ട്വിസ്റ്റുകൾ, അടിക്ക് മീതെ അടികൾ. ഓരോ സീനിനും ക്ലൈമാക്സ് വരെ ഉണ്ട്. എന്നാ പറ സ്വാമിജി. ക്യാമറ ഓഫ് ചെയ്യടാ. എന്താ സ്വാമി? 1000 rupees എടുക്കേ. സ്വാമി പറയട്ടെ. സ്വാമി സ്വീകരിച്ചാട്ടെ. 1996 ഞാൻ അന്നൊരു ബാങ്ക് എംപ്ലോയി ആയിരുന്നു. ലവ് മാരേജ്. തങ്കം പോലത്തെ ഭാര്യ. വൺ ഫൈൻ മോർണിംഗ് ടക് 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 അതെന്തോന്നാ സ്വാമി? ജോഗിങ്ങിന് പോയതാ. തോക്ക് കാട്ടി പിടിച്ചു. ആരായിരുന്നു സ്വാമി അവർ? നിന്റെ തലയിൽ ആള് താമസിച്ചില്ലേ? ഏതാ നാട്? കുന്നംകുളം. എന്റെയും നാട്. 24 അവേഴ്സിനുള്ളിൽ 5 കോടി രൂപ കിട്ടണം. വെറും ബാങ്ക് ജോലിക്കാരനെ സ്വാമി എവിടുന്ന് 5 കോടി കൊടുക്കുന്നത്? സെയിം പോയിന്റ് ഞാനും ചോദിച്ചു. 24 years തന്നാൽ എനിക്ക് ഇത്രയും തരാൻ പറ്റില്ല സാർ. എന്താ? ഐ എം എ ബാങ്ക് എംപ്ലോയി. അതവർക്ക് മനസ്സിലായി. റിയൽ എസ്റ്റേറ്റ് ശങ്കർദാസിനെ കിഡ്നാപ്പ് ചെയ്യാനായിരുന്നു പ്ലാൻ. ആള് മാറിപ്പോയി. സോറി സർ, അബദ്ധം പറ്റിപ്പോയി. സാരമില്ല, വിഷമിക്കണ്ട. ഇത്രയും ദൂരം വന്നു പോയില്ലേ? ഇന്ന് രാത്രി ഇവിടെ കിടന്നിട്ട് രാവിലെ പോകുന്നതാ നല്ലത്. ഞാൻ ഡ്രോപ്പ് ചെയ്തോളാം. താങ്ക് യു സാർ. ഉറക്കക്ഷീണം കൊണ്ട് ആ രാത്രി അവിടെ കിടന്നു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. എന്ത് പറ്റി സ്വാമി? നെക്സ്റ്റ് എപ്പിസോഡ്. ചുമ്മാതാണോ? ഓരോ സീനിന് ക്ലൈമാക്സ് ഉള്ളതാടോ. അതിനും വേണം 1000 രൂപ. മെഗാ സീരിയൽ സെറ്റപ്പ് അല്ലേ, സംജേ? ആകെ മൊത്തം 200 കിലോമീറ്റർ കൂട്ടിക്കോ. അവൾ എന്തിനാവും സന്യാസിനിയാവാൻ പോയത്? ഇത്ര ആലോചിക്കാൻ എന്താ? ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ജീവിച്ച് 3-4 പിള്ളേരൊക്കെ ആയപ്പോ ജീവിതത്തോട് വിരക്തി തോന്നി ഇറങ്ങിയതാവും. മറയോന്തേ, ഞാൻ പറഞ്ഞത് വൈശാലിയെ കുറിച്ചാ. സോറി അളിയാ, ഞാൻ കരുതി ആ തള്ളയെ കുറിച്ചാണെന്ന്. എന്ത് രസമായിരിക്കുന്നു. നല്ല കൈപ്പുണ്യം ഉണ്ടായാലും അങ്ങനെയാ. ഏയ്, നീ എന്തിനെ കുറിച്ചാ പറഞ്ഞേ? എന്റെ പാചകത്തെ കുറിച്ച്. വൈശാലി.
ഞാനാ ബാലഗോപാൽ. വാ നീയാ പ്രഭ മാഡം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹായ് എവരിബഡി. ആ, നിങ്ങളുടെ ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ടല്ലോ. എന്തിനാ ഇവിടേക്ക് വന്നത്? നിങ്ങളെല്ലാം കാണാൻ. ഏതായാലും ടി വിക്കാരനല്ലേ, കുറച്ച് ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കും. നിങ്ങൾ ഏത് മതക്കാരാ മാഡം? ഞങ്ങൾക്ക് ഒരു മതവും ഇല്ല, ഒരു റിലീജിയനുമായി ബന്ധവുമില്ല. ഞങ്ങൾ ഒരു കമ്മ്യൂണിറ്റിന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഏത് ദൈവത്തെയാ പൂജിക്കുന്നത്? നല്ല ചോദ്യം. ഇതിനു മുമ്പ് ഞങ്ങൾ ഗണപതി, പപ്പനാഭസ്വാമി, ആര്യാനാമച്ചി ഒക്കെ പൂജ ചെയ്തിരുന്നതാ. ശിവാനി, മാതാജി ഉച്ചത്തിൽ നീ ഇങ്ങനെ സംസാരിക്കുന്ന എന്തിനാ കുട്ടി? സാറി മാതാജി. ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് രൂപവും പേരും ഒന്നുമില്ല. ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണ്. മെഡിറ്റേഷൻ ചെയ്യുന്നതിന് മതം ആവശ്യമില്ല. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അത് പിന്നെ നിങ്ങൾ എവിടെ താമസിക്കുന്നത്? ആശ്രമത്തിൽ. എന്നാ ഞാൻ ഇനി അവിടെ ഒന്ന് കണ്ടോളാം. അവിടേക്ക് വരാൻ പാടില്ല കുട്ടി. അങ്ങനെ പറഞ്ഞ എങ്ങനെ മാഡം? എനിക്ക് സന്യാസിമാരെന്ന് വെച്ചാൽ വലിയ ഇഷ്ടമാണ്. ഇവിടെ അടുത്ത് പുരുഷ സന്യാസി മഠമുണ്ട്, അവിടേക്ക് ചെന്നോളൂ. അത് ശരിയാവില്ല മാഡം. ഞാൻ നോക്കൂ കുട്ടി, ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ കോൺസെൻട്രേഷൻ തീരെ ശരിയല്ല. അത് ശരിയാ. ഇങ്ങോട്ട് നോക്കൂ, എന്നോടല്ലേ സംസാരിക്കുന്നത്? ഞങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യണമായിരുന്നു. ആ, ചെയ്തോളൂ ചെയ്തോളൂ, എനിക്ക് യാതൊരു വിരോധമില്ല. ശിവാനി, അയാളോട് പുറത്തേക്ക് പോകാൻ പറയൂ. പതുക്കെ, പതുക്കെ. നടക്ക്, നടക്ക്, നടക്ക്. ബൈ മാഡം. ആ, ബൈ, ബൈ. ഒക്കെ ബൈ. കേട്ട് നീ നടക്ക്, വേഗം നടക്ക്. എന്തിനു നോക്കണത്? വയലെ നോക്കി നടക്ക്, വല്ലയിടത്തും തട്ടി വീഴും.